ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മീന പെറ്റ്സ് മാർക്കറ്റ് വരെ ഒന്ന് പോവാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അക്വേറിയത്തിന് ചെറിയൊരു ലീക്ക് വന്നിട്ട് നമ്മളത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടാക്സിയിലാണ് പോകുന്നത്. കാര്യം നമുക്ക് രണ്ടുപേർക്കും വയ്യാതിരിക്കുകയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട്. അപ്പോൾ പോകേണ്ട കാര്യം വളരെ അത്യാവശ്യമായതുകൊണ്ട് നമ്മളങ്ങ് റെഡിയായി അങ്ങ് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോർണർ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പാർക്കാണിത്. നമ്മളങ്ങനെ മീന പെറ്റ്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഒരുപാട് കിളികൾ, മീൻ, പല പല വെറൈറ്റീസ് ഓഫ് പെറ്റ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കിളികളെയൊക്കെ നോക്കുകയാണ്. ഈ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ അക്വേറിയം. അപ്പോൾ നമ്മൾ ഇവരെ കാണിച്ചപ്പോഴത്തേനും ഇവർ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിച്ചു ഇതാ ഒരു കിളീനെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. സൺ കൊന്യൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഓഫ് ബേർഡാണിത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചുമ്മാ കൈ അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ കയറി അങ്ങ് കയ്യിലോട്ട് ഇരുന്നേ. പിന്നെ ഇതാ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും ഞാൻ മടുക്കത്തില്ല. നമുക്ക് ഭയങ്കര മനസ്സിനൊരു കുളിർമയാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കടകളിലൊക്കെ ഇങ്ങനെ കയറി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്വാദിച്ചു ഇതാ ഒരു പൂച്ചേനെ കണ്ടിട്ട് അതിനെങ്ങനെ വിളിച്ചു നോക്കുകയാണ്. കുറേ പ്രാവശ്യം വിളിച്ചു, പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല ഗൈസ്. പിന്നെ ഇതാ ഒരു കിളീനെ നോക്കുകയാണ്. ഇതുപോലത്തെ ഒരു കിളിയുടെ അടുത്ത് കൊണ്ട് കൈ വെച്ച് കൊടുത്തപ്പോൾ അത് ഒരൊറ്റ കൊത്ത് കൊടുത്ത് ഗൈസ്. അതുപോലെ ഒന്നുകൂടെ വെക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ് നിൽപ്പാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ നാടൻ തത്തയാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലീഗലല്ല തത്തേനെയൊക്കെ വളർത്തുന്നത്, പക്ഷേ ഇവിടെ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഇത് മക്കാവു ആണ്. ഇത് നല്ല വലുതാണ് കേട്ടോ. നേരത്തെ വ്ളോഗിൽ ഞാനിത് കയ്യിലൊക്കെ പിടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പെറ്റ്സ് മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കുറച്ച് നടന്നുള്ളൂ. അധികം എല്ലാ കടയിലും ഒന്നും കയറി എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അത് സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് കാണാനായിട്ട്. അപ്പോൾ ബിൽഡിങ്സൊക്കെ ഈ ഒരു സമയത്ത് നല്ല ഗോൾഡൻ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ടാക്സി എടുത്ത് തിരിച്ച് റൂമിലോട്ട് വന്നു. അപ്പോൾ വരുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് സ്വാദിച്ചുവിൻ്റെ മുടികളൊന്നും വെട്ടിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.